ഒരാൾ പോലും ഞാൻ വഴക്കുണ്ടാക്കില്ല, ഒരാൾ പോലും ഞാൻ എന്നെ കണ്ട് വെറുക്കുന്ന പോലെ ഞാൻ ചെയ്യത്തില്ല. ഇന്നൊരു ചെറിയ ധർമ്മമെങ്കിലും ഞാൻ ചെയ്യും, ഒരു ചെറിയ എന്നെ കൊണ്ട് ആവുന്നത്. ഞാൻ ധർമ്മം ഒരിക്കലും ഞാൻ ഈ പ്രാർത്ഥന പെട്ടിയെ കൊണ്ടേ കാശിടത്തില്ല, അങ്ങനെയൊന്നും ധർമ്മം ചെയ്യില്ല. എൻ്റെ ധർമ്മം എങ്ങനെയാ വെച്ചാൽ, ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ പോലും ഞാൻ കടയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഒരു ചെരുപ്പ് തേക്കുന്ന ഒരാളുണ്ടല്ലോ, അന്നത്തെ ക്യാഷ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പാവം 10 രൂപ 5 രൂപ അങ്ങനെ ചില്ലറയായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം നിന്ന് അയാളുടെ പുറകെ നിന്ന് നോക്കി. ഞാൻ ധർമ്മം ചെയ്യുന്ന വഴി ഞാൻ ഉടനെ 500 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കാറിൽ കയറി. അയാളെ അമ്മ 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 എന്ന് പറഞ്ഞു, വെച്ചിക്കോന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോൾ അയാൾക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ നിമിഷത്തിൽ കിട്ടുന്ന സന്തോഷം, അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഇങ്ങനെയാണ് ധർമ്മം ചെയ്ത് ചുമ്മാ കൊണ്ട് എല്ലായിടത്തിലും കൊണ്ട് എല്ലാവരും കാണാൻ. ഞാനിപ്പോൾ ഈ പറയില്ലായിരുന്നു എങ്ങനെയാ ധർമ്മം ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് അങ്ങേർക്ക് എത്ര കഷ്ടം, രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്ക് ഒരു പ്രായമുള്ള ഒരാൾ അവിടെ ഇരുന്ന് ആ ചെരുപ്പ് കുത്തി എന്ത് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു 10 രൂപയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും സന്തോഷമായിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അതെന്നെ മതി. അതായിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. അത് ശരി. ഇപ്പം അനുരാഗം സിനിമയിൽ ഇപ്പൊ ഷീലാമ്മ പറഞ്ഞു കുറച്ച് സീൻസേ ഉള്ളൂ അഭിനയിക്കാൻ, ഭയങ്കര ക്ലോസ് ആയി എല്ലാവരുമായിട്ടൊന്ന്. ആ സെറ്റിലത്തെ ഏതെങ്കിലും ഒരു നല്ല ഓർമ്മ, ഒരു കാര്യം ചിന്തിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതായിരിക്കും. നല്ല ഓർമ്മ എന്നൊന്ന് പറയാനൊക്കെ ഇല്ല, ഒരു ഭയങ്കര ഓർമ്മ ഉണ്ട് എൻ്റെ അടുത്ത്. അതായത് ഞാൻ വന്നിട്ട് ഇത്രയും കൊല്ലങ്ങളായി സിനിമയിൽ വന്നിട്ട്, ഒരു സിനിമ സ്പോട്ടിൽ പോലും എനിക്ക് ഒരു അപകടം പോലും പറ്റിയിട്ടില്ല. ദൈവാധീനം കൊണ്ട് ടച്ച് വുഡ്, ഒന്ന് താഴെ വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഈ അനുരാഗത്തില് ഒരു ഭയങ്കരമായിട്ട് ഒരു കാര്യം സംഭവിച്ചു. അന്ന് ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ് ആയിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഡേ, പടത്തിനല്ല, എൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർ വലിയൊരു കേക്കൊക്കെ മേടിച്ച് പ്രൊഡ്യൂസറൊക്കെ വളരെ ഒരു ഇതായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ലാസ്റ്റ് അതായത് ജോളി ആന്റണിയുടെ പുറകെ ഞാൻ വന്ന് ബൈക്കിൽ പോകുന്ന മാതിരി ഒരു ഷോട്ട്. ആദ്യം ആരോ ഒരു ഡയറക്ടർ വേറെ ഒരാളെ വെച്ചിട്ട് അവർ റിഹേഴ്സലൊക്കെ നോക്കി. ഷോട്ട് സമയത്തായിരുന്നു ഞാൻ കയറിയിരുന്നത്. പോയി ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് അതിന് ബ്രേക്ക് എന്തോ കിട്ടിയില്ല, പോയി എവിടെയോ ഒന്ന് പോയി ഇടിച്ചുടനെ ചില സ്റ്റണ്ട് പടത്തിൽ കണ്ടിട്ടില്ല, ഹീറോ അടിച്ചോടനെ വില്ലന്റെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴെ വീഴും. അങ്ങനെ ഞാൻ പോയി ആ ബൈക്ക് ഇടിച്ചോടനെ ഞാനിതാ ഇങ്ങനെ പോയിട്ട് താഴെ അങ്ങനെ വീണു. വീണത് എങ്ങനെയാ വെച്ചാൽ, നല്ല കാലം ചെളിവെള്ളത്തില്, ഭയങ്കര ചെളിയൊക്കെ കെട്ടിയിരിക്കുന്ന വെള്ളത്തിൽ വീണത് കാരണം രക്ഷപ്പെട്ടു. വല്ല അടുത്ത റോഡ് തന്നെയായിരുന്നു. റോട്ടിലോ കുറെ കല്ലിങ്ങനെ കുറെ റോഡ്